ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, 2 സോസ് എടുത്തിട്ടുണ്ട്. നല്ല ഒരു കിടിലൻ ടിപ്സ് തന്നെയാണ് ഇത്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഹാങ്കറും എടുത്തിട്ടുണ്ട്. ഹാങ്കറിൻ്റെ 2 സൈഡിലുമായിട്ട് ഈ സോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അവിടെ ഇരിക്കാനായിട്ട്, അല്ലാതെ ഊരിപ്പോയല്ലോ, അതുകൊണ്ട് അത് അവിടെ ഇരിക്കണമല്ലോ, അതിന് ഞാനൊരു പിൻ വെച്ചിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനി എവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സെറ്റിയുടെ അടിയിൽ, ആ കബോർഡിൻ്റെയൊക്കെ അടിയിൽ ചെറിയ വിടവുള്ള സ്ഥലത്ത് നമുക്ക് ഇത് കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്നുള്ള പൊടിയൊക്കെ ആ സെറ്റിയുടെ അടിയിലൊക്കെ പൊടി ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ തൂക്കുന്ന സമയത്ത് അത് അവിടെ ആ ചൂല് അവിടെ കയറണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ രീതിയിലാകുമ്പോൾ അവിടെയുള്ള പൊടിയെല്ലാം നന്നായിട്ട് തന്നെ തൂത്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ ആ സോക്സിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് അതിൽ നന്നായിട്ട് പറ്റി പിടിക്കുകയും ചെയ്യും. സെറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ തൂക്കുന്ന സമയത്ത് സെറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് തൂത്ത് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് സെറ്റിയുടെ ഇടയിലോട്ട് ഇത് ഇട്ടിട്ട് ഈ സോക്സിൻ ഹാങ്കറിലുള്ള ഇത് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ അവിടെയുള്ള ഫൈൻ പൊടി എല്ലാം തൂത്ത് വരാവുന്നതാണ്. അതുപോലെ സോക്സിന് പകരം നമുക്ക് ബനിയൻ ക്ലോത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബനിയനാണെങ്കിലും ആ പൊടി നന്നായിട്ട് പറ്റിപ്പിടിച്ച് വരും. അടുത്ത ടിപ്പ്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഐസ് ഇട്ട വെള്ളത്തിലോട്ട് ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം ആ വെള്ളത്തിൻ്റെ കളർ മാറി ക്ലിയറായി വരുന്നിടം വരെ 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കഴുകിയെടുക്കുന്ന സമയത്ത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകിയെടുത്ത് ആ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. തിളച്ച് വന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് വെള്ളം ഊറ്റി കളയാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ ഇട്ട് വേവിക്കുന്ന സമയത്ത് നമുക്ക് ശകലം ഉപ്പൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് ഇട്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ അടുത്തിന് അത് ഒടിച്ച് നോക്കിയാൽ അത് ഒടിഞ്ഞ് വരികയും ചെയ്യും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയെ 1/4 ടീസ്പൂണ്, അതുപോലെ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് അടച്ചു വെച്ച് 2 മിനിറ്റ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഒരു പാൻ വെച്ച്, പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ശകലം കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അപ്പോഴത്തേക്ക് സമയമായിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഒട്ടും കുഴയാതെ തന്നെ വളരെ ടേസ്റ്റോടുകൂടി ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്.
ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി കിട്ടും. അതുപോലെ തന്നെ അധികം താമസമില്ലാതെ തന്നെ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അടുത്ത ടിപ്പ്, മഞ്ഞൾപ്പൊടി ഞാൻ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കി വന്നത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, കവറിനകത്ത് തന്നെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് ഒട്ടും എയർ കിടക്കാതെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതുപോലുള്ളത് നമ്മൾ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് ബാക്കി വരുന്ന നമുക്ക് എന്തോ ആയിക്കോട്ടെ, പൊടിവകളും പൾസസോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ആ കവറിനകത്ത് ഉള്ള എയർ നമ്മൾ കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് താഴെ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് എയർ വെളിയിൽ കളയണം. എന്നിട്ട് അപ്പോൾ അതിൻ്റെ അടിയിലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അയൺ ബോക്സ് ചൂടാക്കിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിലും ആ കവറിൻ്റെ മുകളിലും പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് ഉരുകി പോകും. അതുകൊണ്ടൊരു ടിഷ്യൂ പേപ്പർ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് സാധനമാണോ നമുക്ക് സീൽ ചെയ്തെടുക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ മുകളിലും ഒരു പേപ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ, ആ അടി കിടക്കുന്ന ടിഷ്യൂ പേപ്പർ തന്നെ മടക്കി ആണ് അതിൻ്റെ പുറത്തോട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ അയൺ ബോക്സ് ചൂടാക്കിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുന്നു. ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേനും അത് ആ ഉള്ളിൽ ആ പ്ലാസ്റ്റിക് ചൂട് കൊണ്ടൊന്ന് മെൽറ്റായി സീൽ ചെയ്ത് വരും. വളരെ നല്ലവണ്ണം തന്നെ നമുക്ക് സീൽ ചെയ്ത്, നമ്മൾ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സീൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഒട്ടും അഴുക്കാകാതെ തന്നെ നല്ലതായിട്ട് തന്നെ സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഒട്ടും എയർ ഇല്ലാത്ത കാരണം അത് ഒട്ടും അഴുക്കാകത്തില്ല. കുറേ നാൾ നമുക്ക് അത് ഈ രീതിയിൽ നന്നായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ സാധനം നമ്മൾ ഒരു കുപ്പിയിലാക്കിയിട്ട് അധികം വരുന്നത് നമ്മൾ പല രീതിയിൽ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഒരു രീതി ഇതാണ്. ഇനി വേറെ രീതി ഞാൻ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിനു മുമ്പ് ഞാൻ 2-3 വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. കുപ്പി നമ്മൾ കാലിയായി കളയുന്ന കുപ്പി വെട്ടിയെടുത്ത് ഇതിനകത്ത് ചെയ്യുന്ന രീതിയാണ്. അത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കയറി കാണാവുന്നതാണ്. ഇനി വേറെ രീതി എന്ന് വെച്ചാൽ, നമ്മൾ ഓപ്പണാക്കിയ കവറിനകത്ത് എയർ എല്ലാം കളഞ്ഞിട്ട് ആ ഓപ്പണാക്കിയ എൻഡ് മടക്കി ഇതിൽ കാണിക്കുന്ന പോലെ മടക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ വെറുതെ കളയുന്ന പേനയുടെ ക്യാപ്പ് എടുത്തിട്ട് ഇതിൽ വെക്കാവുന്നതാണ്. ഇതിൽ ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. നമുക്ക് ഈ രീതിയിൽ സാധനങ്ങൾ നമ്മൾ കവറിനകത്ത് സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അധികം വരുന്ന ഇത് നമുക്ക് ഈ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.